ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രികാലം കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും കരുതിയവിധങ്ങൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നതിനാൽ, ദാനമായി തന്നതിനാൽ എൻ്റെ ദൈവത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ. ദൈവമേ കർത്താവേ, എത്ര പേർക്ക് ദൈവമേ ഹല്ലേലൂയ ദൈവമേ ഞങ്ങളെ സകല ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് നന്ദി പറയാൻ പറ്റും. എത്ര പേർക്ക് ദൈവത്തിന് ഒരു ആമേൻ പറയാൻ പറ്റും. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് കർത്താവ് തന്ന ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നൊരു വാക്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മത്തായി 6:33 വാക്യം. ഹല്ലേലൂയ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ സകലവും കർത്താവേ ഹല്ലേലൂയ ലഭിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത നമ്മുടെ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, കർത്താവെ നമ്മളൊന്നിൻ്റെയും പുറകെ നമ്മൾ പോകണ്ട. നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ മാത്രം മതി. നമ്മുടെ ഒന്നും ദൈവത്തിന് വേണ്ട. നമ്മുടെ ശുദ്ധിയുള്ള ഹൃദയം, നമ്മളെ മാത്രമാണ് ദൈവത്തിന് വേണ്ടത്. ദൈവത്തിനെ നമ്മൾ ഹല്ലേലൂയ എത്ര സ്നേഹിക്കുന്നുവോ അതിന് 100 മടങ്ങ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കർത്താവെ നമുക്ക് വേണ്ടതൊക്കെയും ദൈവത്തിന് അറിയാം. നമുക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും, ഭവനമാണെങ്കിലും അങ്ങനെ ഓരോരോ കാര്യങ്ങളും ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം അറിയാം. കർത്താവെ അതൊക്കെയും നമുക്ക് സമയാസമയങ്ങളിൽ ദൈവം തരുന്നുണ്ട്. നമ്മുടെ കയ്യിലെത്തുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ ദൈവം നമുക്ക് തരുന്നത് തന്നെയാണ്. കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.